നമുക്കറിയാം 2015 പയ്യോളി നഗരസഭ രൂപീകൃതമായത്. 2025 കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന്റെ മികവ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രതിപാദിച്ചു. കോഴിക്കോട് ജില്ലയിൽ മറ്റുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കിടപിടിക്കാൻ പയ്യോളി മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ DPC യോഗത്തിൽ വെച്ച് പ്രതിപാദിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നമ്മുടെ പ്രവർത്തനം വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് അവാർഡുകൾ കിട്ടിയത് 2020-25 കാലഘട്ടത്തിലായിരുന്നു. അതൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ ജില്ലാ ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ പ്രസാദ് സാർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുക. അദ്ദേഹത്തിന്റെ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ വെച്ച് മറ്റുള്ള മുനിസിപ്പാലിറ്റികളിൽ നിന്നും നമുക്ക് കിടപിടിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഇന്ന് ജാഗ്രത നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകൾ ഇതിനു വേണ്ടി നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് പ്രജീഷ് സാറും അവരെ പറ്റിയൊക്കെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തു തന്നെയായാലും അറബിക്കടലിന്റെ ഓരത്ത് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ഈ പച്ചത്തുരുത്ത്, ആ പച്ചത്തുരുത്തിൽ 36 കൗൺസിലർമാരുടെ അവസാന നിമിഷമാണ് വരാൻ പോകുന്നത്. ആ അവസാന നിമിഷത്തിൽ എന്നെന്നും നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു ദിനമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. അതിന്റെ പരിവർത്തനം നടത്താൻ വേണ്ടി, അതിനെ ശുശ്രൂഷിക്കുകയും അതിനുവേണ്ട വളങ്ങളും വെള്ളങ്ങളും കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായ ഹരിതകർമ്മ സേനാംഗങ്ങൾ സജ്ജരാണ് എന്നുള്ളത് കൂടി ഞാനിവിടെ പ്രതിപാദിക്കുക. മറ്റുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല. കാരണം സമയം വൈകിയത് കൊണ്ട് നമ്മുടെ ഫുട്ബോൾ മത്സരം മുജുവിൽ വെച്ച് നടക്കുകയാണ്. അവിടത്തേക്കും പോകേണ്ടതുണ്ട്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ ബഹുമാന്യായ കോഴിക്കോട് ജില്ലാ ജോയിന്റ് ഡയറക്ടർ പ്രസാദ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വഴിമാറുന്നു.